കളർ വണ്ടിയാണല്ലോ. വണ്ടി എടുക്കാണ്ട് വഴിയില്ലാത്ത അവസ്ഥയാ. എന്താ ചൂട്, ചൂടുകാലമല്ലേ? ചൂട് മാത്രോ, പൊടി, തണുപ്പ്. രാവിലെ ഭയങ്കര തണുപ്പ്. ചുമയും പനിയും മാറിയിട്ട് നേരമില്ല. ഇനി അങ്ങോട്ട് ഇലക്ഷന്റെ ചൂടും പൊട്ടിപ്പാറുന്ന പോരാട്ടമാണ് വരാൻ പോണേ. വടകരയിലെ ടീച്ചറമ്മയാണല്ലേ സ്ഥാനാർത്ഥി? അല്ലല്ലേ? പക്ഷേ മുരളീധരനാണല്ലോ ഇത് സ്ഥാനാർത്ഥി. മുരളീധരനും ടീച്ചറമ്മയും നേരിട്ട് മത്സരിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നമുക്കിപ്പോ പ്രവചിക്കാൻ പറ്റുമോ? ഒരു ജയരാജനുമായിട്ടുള്ള പോരാട്ടത്തിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മളിങ്ങനെ വിചാരിച്ചു. നല്ല മത്സരം നടന്നില്ലേ? പക്ഷെ കഴിഞ്ഞ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം സമ്പൂർണ്ണമായിട്ട് UDF അനുകൂലമായിരുന്നു. അതുകൊണ്ട് പി ജയരാജനെ വലിയ കൺവിൻസിംഗ് ആയിട്ടുള്ള മാർജിനിൽ തോപ്പിക്കാൻ മുരളീധരന് പറ്റി. മുരളീധരൻ കോൺഗ്രസിനെ അവിടെ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. ടീച്ചറമ്മ CPM നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. അപ്പൊ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും സംഭവം പൊടി പാർത്തില്ലേ? വടകര ചുവന്നില്ല. വടകര പണ്ട് ചുവന്നതായിരുന്നു. ആ ചുവന്ന വടകരയെ 2009 മുതൽ ഈ പരുവത്തിലാക്കിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. 2009 തെരഞ്ഞെടുപ്പ് എൻ്റെ ലാലെ UDF സീറ്റ് ചർച്ച നടക്കുമ്പോൾ ഈ വടകര സീറ്റ് ആർക്കും വേണ്ടായിരുന്നു. അത്ര പ്രശ്നം എന്ന് പറഞ്ഞാൽ CPM എന്തായാലും ജയിക്കുന്ന ഒരു സീറ്റ് എന്നുള്ള മട്ടിലായിരുന്ന കാര്യങ്ങൾ. പാലക്കാടിനെ പറ്റി എന്ന് പറഞ്ഞതുപോലെ അവിടെ മുല്ലപ്പള്ളി ആ ടാസ്ക് ഏറ്റെടുത്തു. മുല്ലപ്പള്ളി 2009 ജയിച്ചു. 2014 ഷംസീറിനെ വിട്ടു. ഷംസീറും മുല്ലപ്പള്ളിയും തമ്മിൽ നല്ല പോരാട്ടം ഉണ്ടായി. പക്ഷേ 3000 വോട്ടിന്റെ വ്യത്യാസത്തിന് മുല്ലപ്പള്ളി വീണ്ടും ജയിച്ചു. ആ സീറ്റിലാണ് കഴിഞ്ഞ തവണ തിരിച്ചു പിടിക്കാൻ വേണ്ടി പി ജയരാജനെ CPM ഇറക്കിയത്. അപ്പോൾ UDF എന്ത് ചെയ്തു? UDF അവരുടെ ട്രംപ് കാർഡങ്ങ് ഇറക്കി. മുരളീധരനെ വിട്ടു. മുരളി അനായാസം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇത് രണ്ടും കൂടി വെച്ച് അവിടെ പി ജയരാജനും പച്ച തൊടാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ പക്ഷേ ട്രെൻഡ് നേരെ തിരിച്ചറിഞ്ഞു. കാറ്റ് വീശിയത് UDF അനുകൂലമായിട്ടാണ്. അതെ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു സാധ്യതയുണ്ട്. പിന്നെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിർത്തി പരീക്ഷിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ ഉടനീളം മത്സരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയായിരുന്നു. മുരളീധരന്. പക്ഷേ മലബാറിൽ സവിശേഷമായ ഒരു പങ്കാളിത്തം ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കോഴിക്കോട് MP ആയിരുന്നു. എന്ന് മാത്രമല്ല മുസ്ലിം ലീഗുമായിട്ട് വളരെ അടുപ്പമുള്ള നേതാവാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രാമക്ഷേത്ര വിഷയത്തിലൊക്കെ ഖണ്ഡിതമായ നിലപാട്. മറ്റു പലരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള മട്ടിൽ പറയുമ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ വളരെ കറക്റ്റായിട്ട് കോൺഗ്രസ്സുകാർ അങ്ങോട്ട് പോകരുത്, ഞങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ്, പക്ഷേ പള്ളി പൊളിച്ചിട്ട് ഒരു അമ്പലം പണിതാൽ അവിടെ പോകരുത് എന്നുള്ള നിലപാടാണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മുരളി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒരു വിഭാഗത്തിന് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രിയുടെയും BJPയുടെയും ഒരു ഷോ ആക്കി മാറ്റുകയാണ്. അങ്ങനെ ഒന്നിൽ നമ്മൾ പോയി തലവെച്ച് കൊടുക്കേണ്ടതാണ് മൊത്തത്തിലുള്ള വികാരം. വടകര ഇത്തവണ കൈവിട്ട് പോകരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി CPMനുണ്ട്. ഈ വടകര മണ്ഡലത്തിന്റെ ഒരു കിടപ്പ് പരിശോധിച്ചാലുണ്ടല്ലോ, വടകരയെ 2 പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂരിൽ നിന്നാണ്. ഈ ശൈലജ ടീച്ചർ തന്നെ പ്രതിനിധീകരിച്ച കൂത്തുപറമ്പ്, അവർ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ചിട്ടാണ് മന്ത്രിയായത് 1ാം പിണറായി സർക്കാരിൽ. ആ കൂത്തുപറമ്പും തലശ്ശേരിയും, കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പും തലശ്ശേരിയും വടകര മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ബാക്കി കോഴിക്കോട് ജില്ലയിലെ 5 മണ്ഡലങ്ങൾ, വടകര, നാദാപുരം, കുറ്റ്യാടി പോലെയുള്ള മേഖലകൾ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ നിന്ന് വലിയ തോതിൽ വോട്ട് ഇത്തവണ കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ മേൽക്കൈ കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ KK രമ ജയിച്ചതൊഴിച്ചാൽ, വടകര നിയമസഭാ മണ്ഡലത്തിൽ KK രമ ജയിച്ചതൊഴിച്ചാൽ ബാക്കി ഈവൻ കുറ്റ്യാടി പോലും CPM ജയിച്ച സീറ്റുകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ, വോട്ടർമാരുടെ ആ നിലയ്ക്കുള്ള പ്രിഫറൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭയും ലോക്സഭയും രണ്ട് തരത്തിലുള്ള വോട്ടിംഗ് ആണ്. പക്ഷേ എന്നാൽ പോലും നിയമസഭയുടെ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണക്കിൽ 2021 വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു വലിയ മേൽക്കൈ LDFനെ സംബന്ധിച്ചു. അപ്പോൾ ഒന്ന്, ശൈലജ ടീച്ചറുടെ ജനകീയത. 2, തലശ്ശേരി, കൂത്തുപറമ്പ് പോലുള്ള മണ്ഡലങ്ങളിലെ CPMന്റെ സംഘടനാ അടിത്തറ. ബാക്കി ഈ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അഡ്വാൻറ്റേജ്, CPMന് വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന മേഖലകളാണ് ഈ പറഞ്ഞ മേഖലകളൊക്കെ. അപ്പോൾ ഇതൊക്കെ കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വടകരയിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് പോരാട്ടം പോകും. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതും നമുക്കറിയണം. കഴിഞ്ഞ 2 തവണയും VK സജീവനാണ് മത്സരിച്ചത്. ആ മേഖലയിൽ നിന്നുള്ള നേതാവാണ്. BJPയുടെ സ്ഥാനാർത്ഥി എന്തായാലും ആരാണ് എന്നുള്ളത് അറിയാനിരിക്കുന്നേ ഉള്ളൂ. BJP സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കാൻ ലേറ്റ് ആവുകയാണ്. സജീവൻ തന്നെ ആയിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ മേഖലയിൽ നിന്നുള്ള MT രമേശിനെ പോലുള്ള നേതാക്കളൊക്കെ മത്സരിക്കാം, നമുക്കറിയാൻ പാടില്ല. എന്ത് തന്നെ ആയാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലം വടകരയായിരിക്കും, എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ ടീച്ചറാണ് വരുന്നതെങ്കിൽ നല്ല കരുത്തുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 5 ലക്ഷത്തിൽ പരം വോട്ടുകൾ K മുരളീധരനെ സംബന്ധിച്ച് സമാഹരിക്കാൻ കഴിഞ്ഞു. അതേസമയം ജയരാജൻ CPMന് സാധാരണ നിലയിൽ കിട്ടേണ്ട വോട്ടുകളൊക്കെ വാങ്ങിക്കുകയും ചെയ്തു. ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വോട്ടിംഗ് ആണ് കഴിഞ്ഞ തവണ നടന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിനെ കുറയ്ക്കുക, അതിന് കൂടുതൽ വോട്ടുകൾ നേടുക എന്നുള്ളതാണ് ശൈലജ ടീച്ചറിൽ അർപ്പിതമായിരിക്കുന്ന
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഒരു ഡേറ്റ് മത്സരമായിരിക്കും. ഈ തവണ നല്ല മത്സരമായിരിക്കും, ഒരു സംശയവും വേണ്ട ലാലെ. കേരളം കാത്തിരിക്കുന്ന പോരാട്ടം നമുക്ക് വടകരയിൽ കാണാം, ഒരു സംശയവും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ ഒരു കനത്ത പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയായിരിക്കും വടകര നടക്കാൻ പോകുന്നത്. ഒരു സംശയമില്ല, BJP അവിടെ വലിയൊരു ഫാക്ടർ അല്ല. അപ്പോൾ നമുക്കൊരു നല്ല LDF UDF പോരാട്ടം കാണാം വടകരയിൽ. RMPയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളതും വിലയിരുത്തപ്പെടും. അതെ.